വിവാദ പരാമർശങ്ങളിൽ മന്ത്രി സജി ചെറിയാനെ പിന്തുണച്ച് ബി.ജെ.പി. കാസർഗോഡ് മഞ്ചേശ്വരവും ഒരു മതവിഭാഗത്തിൽ മാത്രമുള്ളവരാണ് ജയിച്ചതെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും വർഗീയ ധ്രുവീകരണമാണ് നടത്തിയത്. CPIM കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനെ സഹായിച്ചതുകൊണ്ടാണ് ഇപ്പോൾ തള്ളിപ്പറയേണ്ട അവസ്ഥയിലെത്തിയതെന്നും അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തും കാസർഗോഡും ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ മതി എന്നുള്ളത്. അത് തീർത്തും ശരിയായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ സാമുദായികമായിട്ടുള്ളൊരു ബാലൻസ് ചെയ്യുന്നതിന് പകരം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതേതര പാർട്ടിയല്ല, അത് വർഗീയ പാർട്ടിയാണ്. കാലാകാലങ്ങളായി CPM ചെയ്യുന്നത് മുസ്ലിം ലീഗിനെ ജയിപ്പിക്കുക എന്നുള്ളത്. BJPയെ തോൽപ്പിക്കാൻ അരുൺ പാറക്കൽ ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി. അരുൺ, യഥാർത്ഥത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയ ഒരു പ്രസ്താവനയായിരുന്നു സജി ചെറിയാൻ്റെത്. അതിൻ്റെ രാഷ്ട്രീയ ലാഭം BJP ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? ഈ പ്രസ്താവനയെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണല്ലോ BJPയുടെ ജില്ലാ നേതൃത്വം. BJPയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്താണ് ഇപ്പോൾ ഈ സജി ചെറിയാന്റെ പ്രസ്താവനയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് പൂർണ്ണമായും അതിനെ ആയുധമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഈ ഒരു പ്രസ്താവനയും അതുപോലെ തന്നെ CPM ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞതുമൊക്കെ ആയുധമാക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. സജി ചെറിയാൻ പറഞ്ഞത് 100% BJP നേതൃത്വം അംഗീകരിക്കുന്നു. അതിനെ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ, വലിയ പ്രചരണ വിഷയമാക്കി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് മണ്ഡലത്തിലെയും മഞ്ചേശ്വരം മണ്ഡലത്തിലെയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലെയും ഒക്കെ ഒരു താരതമ്യമാണ് BJP നേതൃത്വം നടത്തുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, വർഗീയ ധ്രുവീകരണം നടത്തുന്നു എന്നാണ് മുസ്ലിം ലീഗിനെതിരെ BJP ഉയർത്തുന്ന ആരോപണം. നേരത്തെ തന്നെ BJP ആരോപണങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ സജി ചെറിയാന്റെ പ്രസ്താവന, അതിനുശേഷം AK ബാലന്റെയൊക്കെ പ്രസ്താവന ഇതൊരു ആയുധമാക്കി BJPക്ക് ഒരു പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി സഹായമായി എന്നുള്ളതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും ഇതൊരു പ്രചരണായുധമാക്കി വിഷയമാക്കി എടുക്കുമെന്നാണ് BJP ജില്ലാ നേതൃത്വവും പറയുന്നത്. നേരത്തെ തന്നെ ഈ കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതായത് മതം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. ഈ ഒരു വിഷയം അത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും പറയുന്നു. CPIM UDFനെ സഹായിച്ചതുകൊണ്ടാണ്, മുസ്ലിം ലീഗിനെ സഹായിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവന അവർക്ക് പറയേണ്ടി വന്നതും ആ പ്രസ്താവനയെ തള്ളി CPIM സംസ്ഥാന നേതൃത്വത്തിന് രംഗത്ത് വരേണ്ടി വന്നതുമെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സൂചിപ്പിക്കുന്നുണ്ട്. വലിയ പ്രചരണ വിഷയമായി തന്നെയാണ് BJP കാസർഗോഡ് ജില്ലയിൽ ഈ പ്രസ്താവനയെ ഉയർത്തിക്കാണിക്കുന്നത്. GK ശരി, അരുൺ പാറക്കൽ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.